സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. പുകയിപ്പിടിപ്പത് പുற்றுനോയിയെ ഉരുവാക്കും. ഇതിന്റെ ഹിന്ദി അറിയത്തില്ല. എന്തായാലും പുക വലിച്ച ആൾ കാഞ്ഞു. പിന്നെ ഒരു കാര്യം മറന്നു, അതുപോലെ തന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായോ എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും യാദർശികം മാത്രം. കടൽ തന്ന സൗഭാഗ്യത്തിലൂടെ ജീവിച്ചിരുന്ന പൂർവികന്മാരും കരകാണാ കടലിനകലെ മണലാരണ്യങ്ങളിൽ നിന്ന് സമ്പാദ്യവും ജീവിതവും നെയ്തെടുത്ത യുവതലമുറയും വാഴുന്ന യുണൈറ്റഡ് ശക്തികുളങ്ങരയിലെ പെരുന്നാൾ കലാസന്ധ്യയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നാട്ടിൽ വീട്ടിൽ റോട്ടിൽ കാട്ടിൽ കണ്ടു കേട്ടു കേട്ടു കണ്ടു പേടി പിടിച്ചൊരു പാവം ദൈവം. വാക്കും നോക്കും മൂക്കും നാക്കും വായും കാതും കണ്ണും മൂടി പ്രാന്തെടുത്തു നിന്ന കാര്യം. ഓരോ നോക്കും ആർത്തി പൂണ്ടതെന്തേ, ഓരോ കയ്യും കൂർത്തു നീണ്ടു പോരാ പോരാതെ. മണ്ണുമതി പൊന്നുമതി എന്നലറി. ഹലോ ചെക്ക് ഹലോ ഓക്കെ. സഹൃദയരെ, പ്രിയപ്പെട്ട കലാസ്നേഹികളെ, വിശുദ്ധ ജോൺ ഡി ക്രിറ്റോയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഇടവക ജനങ്ങളുടെ കലാപരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരിപാടിയുടെ വിജയത്തിനായി ദേവാലയത്തിന് ചുറ്റും നിൽക്കുന്ന കലാസ്നേഹികൾ വേദിയുടെ മുൻവശത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേദിയിൽ അടുത്തതായി വേലയിൽ സംഘവും അവതരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് സോങ്. ആര് പാടും? നീയല്ലേ പാടാന്ന് പറഞ്ഞ? നീയല്ലേ പാടാന്ന് പറഞ്ഞ? ഞാൻ പാടത്തൊന്നുമില്ല, നീ പാടും. ഞാൻ അങ്ങനെ പാടും. എന്നെ തല്ലണമാവ ഞാൻ നന്നാവൂല മണ്ടിലാടിയും ഞാൻ നന്നാവൂല നെഞ്ചിൽ തിരതള്ളും താളം അസുര താളത്തിലാടം കൂട്ടിന സുരതാളം. ജീവിതം ഒരു മരണമാസ്, ഞാനത് കോളമാസ്. കേളേ വിപിനം വിജിനം കമലൊരുടി മേലേ ഇരുളും ഗഗനം കമലൊരുടി കേളേ വിപിനം വിജനം കമലൊരുടി മേലേ ഇരുളും ഗഗനം കമലൊരുടി ബാക്കി അറിയത്തില്ലേ ബാക്കി മറന്നുപോയേ. താങ്ക് യു, നന്ദി. അച്ഛാ, അടുത്ത ഞങ്ങളുടെ പരിപാടിയല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യടേ, കൊച്ചിന്റെ പരിപാടി കേട്ട് എന്നിട്ട് നിങ്ങൾക്ക് തരാം. ഈ നാട്ടിൽ ഇയാളല്ലാതെ വേറെ ആരും ഇല്ലടാ. എല്ലാ കൊല്ലം കാണും ഒരു മൈക്കും കടിച്ചു പിടിച്ച്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആദരണീയ മന്ത്രി എത്തിയിരിക്കുകയാണ്. നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികളുടെ വിജയികളെ അനുമോദിക്കുന്നതിനും പാരിതോഷികങ്ങൾ നൽകുന്നതിനുമായി സസന്തോഷം ആദരണീയ മന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ പ്രിയപ്പെട്ട ശക്തി നിവാസികൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് എന്നെ ഇവിടെ ഈ സമ്മാനദാനത്തിനായി വിളിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ഈ കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതിനിടയിൽ ഒരു ചലച്ചിത്ര താരത്തിന്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് അല്പം അക്ഷരപ്പിശകുകൾ സംഭവിച്ചിരുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചനയുടെയും എന്നെ താറടിച്ച് കാണിക്കാനുള്ള കടോക്ഷമായ മിളച്ച നീക്കങ്ങളുമാണ് ഇതിന് കാരണം. ഇനി മേലാൽ എന്റെ ഭാഗത്തു നിന്നും ഒരു അക്ഷരപിശാച് പോലും ഒരു അക്ഷരപിശക് പോലും ഉണ്ടാകുകയില്ലെന്ന് എന്റെ കണ്ണുണ്ണിയായ നാട്ടുകാർക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നിങ്ങളേവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന വിജയികളെ പ്രഖ്യാപിക്കുന്നു. ആദ്യമായി മികച്ച ക്രിസ്മസ് കേക്ക് ആൻഡ് വൈൻ അലുവ വിളയിൽ ഡെന്നി. സാറേ, അലുവ വിളയല്ല, ആലുവിള. അങ്ങനെയും വായിക്കാം. ആലുവിളയിൽ ഡെന്നി.
അടുത്തതായി മികച്ച പുലിക്കൂട്. സാറേ പുലിക്കൂടല്ല പുൽക്കൂട് പുൽക്കൂട്. ആ അത് തന്നെ. സമ്മാനം നേടിയിരിക്കുന്നത് വളിപ്പുഴയിടത്തിൽ ജോസ്. സാറേ വലിപ്പുരയുടെ അല്ല വിളിപ്പുരയുടെ. ഓ തന്നെ തന്നെ. അടുത്തതായി മികച്ച ക്രിസ്മസ് ഫ്ലോട്ട്. സമ്മാനം നേടിയിരിക്കുന്നത് ഇരേപുരം ബ്രദേഴ്സ്. സാറേ ഈരപ്പുറം ഈരപ്പുറം. ഏത് പുരമെങ്കിലും ആട്ടെ. മന്ത്രിക്ക് മറ്റൊരു വേദിയിൽ പ്രസംഗമുള്ളതിനാൽ അദ്ദേഹം ഉടൻ തന്നെ പോവുകയാണ്. നന്ദി, നമസ്കാരം. വേദിയിൽ അടുത്തതായി ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ് അവതരിപ്പിക്കുന്നത് അദോബ് ആൻഡ് പാർട്ടി. വേലെ കുറച്ച് സിമ്പിൾ സ്റ്റെപ്സ് ഇടാൻ പറ്റുമോ? സംഭവബഹുലമായ ഇടവക ജനങ്ങളുടെ കലാപരിപാടികൾ കണ്ടുമടുത്തതിന് ശേഷം തോളിൽ തോർത്തിട്ടവൻ സ്വയം കമ്മിറ്റിക്കാരനാവുകയും വലിയ ആളായി മാറുകയും ചെയ്യുന്ന തിരുനാൾ ദിവസത്തെ ചില ചിതറിയ കാഴ്ചകൾ. എന്തൊക്കെ പറഞ്ഞാലും ഈ കൊല്ലത്തെ തിരുനാളിന്റെ സാമ്പാർ അത്ര പോരായിരുന്നു. എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ. ഇതൊക്കെ എന്തോന്ന് സാമ്പാറുടെ? സാമ്പാറെങ്കിൽ സാമ്പാർ പണ്ട് ലൂർ തോട്ടിൽ കിട്ടുന്നതായിരുന്നു സാമ്പാർ. അവന്റെ ഒരു ലൂർ സാമ്പാർ. There are lot of സാമ്പാർസ് in ശക്തികുളങ്ങര. പത്ര സാമ്പാർ, സീലാൻഡ് സാമ്പാർ, മദീന സാമ്പാർ, AR സാമ്പാർ, ചിക്കൻ ഷേക്ക് സാമ്പാർ ആൻഡ് മിനിക്കപ്പിത്താൻ സാമ്പാർ. എന്തോന്നാണ് ഈ മിനിക്കപ്പിത്താൻ സാമ്പാർ? നമ്മുടെ മിനിക്കപ്പിത്താൻ തിയേറ്റർ പൊളിച്ചടുക്കി ഒരു വെയിറ്റർ ഹോട്ടൽ പണിഞ്ഞില്ലയോ, അതിന്റെ കാര്യമായി ഇവിടെ പറയുന്നത്. എന്തായാലും പറ്റിയ സ്പോട്ടാണ് അവന്മാർക്ക് കിട്ടിയത്. സ്പോട്ടൊക്കെ സൂപ്പറാണ്. മുണുമുണാന്ന് മുണുങ്ങിക്കഴിഞ്ഞ് കുണുമുണാന്ന് പറഞ്ഞ് വില്ല് വരുമ്പോ ആ സ്പോട്ടിൽ തന്നെ ചെട്ടി കയറും. പണ്ടൊക്കെ അവിടെ പോയ സിനിമയിലായിരുന്നു മസാല, ഇപ്പൊ അവിടെ പോയ ദോശയിലാണ് മസാലയോ മസാല. തിയേറ്ററാണെന്ന് കരുതി ശ്രീ സുപ്രഭാതം ഹോട്ടലിൽ കയറിയ ഒരു വൃദ്ധൻ. ഏതാ പടം? അപ്പോൾ വെയിറ്റർ മസാല ദോശ, അപ്പോൾ വൃദ്ധൻ എടുക്കൊരു ടിക്കറ്റ്. എന്ത് നല്ലൊരു കോമഡി ആടായത്. നീ എന്തിടക്കടാ അവ ഈ ഫോണിൽ ചോർന്നിട്ടിരിക്കണേ? അതിനും വേണ്ടി വിശേഷങ്ങളല്ലേ ഈ നാട്ടില്? അതെന്താടാ ഫേസ്ബുക്കിൽ ശക്തികുളങ്ങര തീരം ഗ്രൂപ്പിൽ പുതിയ ചർച്ച വല്ലതും തുടങ്ങിയ? പിന്നെ ഒരു ശക്തികുളങ്ങര തീരം ഒരിക്കലും തീരാത്ത ചർച്ച ആ ഗ്രൂപ്പിൽ. ശക്തികുളങ്ങര തീരത്തിരുന്ന് ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളൊന്നും അല്ല നമ്മുടെ നാട്ടിലുള്ളത്. ഓ ഓ ജാട്. ആ തീരത്തിൽ പുതിയ ചർച്ച തുടങ്ങി. ഇന്നെന്താണാവോ ചർച്ച? ശക്തികുളങ്ങര സ്കൂളിൽ ക്യാമറ വെച്ചതാ. ക്യാമറ അല്ലട്ടാ പോർക്കെ, ക്യാമറ. എന്ത്? ശക്തികുളങ്ങര സ്കൂളിൽ ക്യാമറ വെച്ചെന്നോ? ചേട്ടാ, നാടകോത്സവം കഴിഞ്ഞിട്ട് മാസങ്ങളായല്ലോ, അത് മിണ്ടായിരിക്കാം. എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ
ക്യാമറ സ്ഥാപിക്കേണ്ടത് ശക്തികുളങ്ങര സ്കൂളിലോ പാരിഷ് ഹാളിലോ പുറകുവശത്തോ അല്ല. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിലാണ് ക്യാമറ വെക്കുന്നത്. അല്ല സുഹൃത്തുക്കളെ, നമ്മുടെ ശക്തികുളങ്ങര സെന്റ് ജോൺ ഡി ബ്രിട്ടോ പള്ളിയിലാണ്. അടിയുടെ ക്ലാപ്പ്. സൂപ്പർ സൂപ്പർ. അല്ല ചേട്ടാ, ഇപ്പൊ എന്തിനാ പള്ളി ക്യാമറ വെക്കുന്നത്? പള്ളിയിലിരുന്ന് ഉറങ്ങുന്ന അമ്മച്ചിമാരെ കണ്ടുപിടിക്കാനായിരിക്കും. അതൊന്നും അല്ലടാ, ഞായറാഴ്ച പള്ളിയിൽ സ്വസ്ഥർ കാഴ്ചയിട്ട് ആൾക്കാരെ പിടിക്കാനുള്ള അച്ഛൻ്റെ പുതിയ സെറ്റപ്പാ. അതൊന്നുമല്ല. നിങ്ങൾ ആരെങ്കിലും ഒരു കല്യാണത്തിനോ മാമോദിസയോ എന്തിന് പുത്തൻകുർബാനയ്ക്കെങ്കിലും ഈ ഇടയ്ക്ക് പള്ളിയിൽ കയറിയിട്ടുണ്ടോ? ഞങ്ങളൊന്നും അത്രക്കാരല്ല. പക്ഷെ ഇവൻ പള്ളിയിൽ കയറിയില്ലെങ്കിലും പാരിഷ് ഹാളിന്റെ മുന്നിൽ ഒരു ആർച്ച് കണ്ട വീട്ടിൽ നിന്ന് പ്ലേറ്റ് എടുത്തോണ്ട് വന്ന് നേരം നിന്നുന്ന ഇവനൊരു നേർച്ച പോലെ. എന്തായാലും എടുത്തോണ്ട് വരുമ്പോ നിനക്കൊക്കെ ഒരു കവർ ഞാൻ തരാറുണ്ടല്ലോ. പിന്നെ ആ പഴയ പരിപാടിക്ക് ഞാൻ എന്നേ നിർത്തി. എന്ന്? എപ്പാ? ഇപ്പൊ നിന്റെ ഫോണിൽ നോക്കിയാൽ കാണാനുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ നോട്ടീസ് ബോർഡിന്റെ ഫോട്ടോ. ഏതോ ആണ്ടിനെ കയറി കാട്ടയടിച്ചിട്ട് ഞാൻ ചെറുക്കൻ്റെ ആളാന്ന് പറഞ്ഞാലടാ നീ. പോടാ, അതൊരു 30 അങ്ങനല്ലേ ഞാൻ ഈ പരിപാടി നിർത്തിയത്. നിന്റെയൊക്കെ തെണ്ടിത്തീനി കഥ നിർത്തടാ. ഞാൻ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞോട്ടെ. എങ്കിലും പറയൂ മിസ്റ്റർ അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞ ചടങ്ങുകൾക്ക് നിങ്ങളൊക്കെ ഒന്ന് വരണം. പണ്ടൊക്കെ അൾത്താര ബാലകന്മാരെന്ന അച്ഛൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നതെങ്കിൽ ഇപ്പോഴാണെങ്കിലോ കുറെ കുടയും വടിയും ലൈറ്റും ട്രാക്ക് ആൻഡ് ട്രോളിയും ആക്ഷനും കട്ടും. ഇനി ചെറുക്കനൊന്നും താലി കെട്ടണമെങ്കിലോ അച്ഛൻ താലി എടുത്ത് കൈ കൊടുത്താൽ മാത്രം പോരാ, ഫോട്ടോഗ്രാഫർ കെട്ടാൻ പറയും, അപ്പളേ കെട്ടാവുള്ളൂ. ഇതൊന്നും പോരാഞ്ഞിട്ടോ കല്യാണം കഴിഞ്ഞാലുടനെ കടപ്പുറത്ത് 4 തുണിയും വലിച്ചു കെട്ടി 5-6 റൗണ്ട് ഫോട്ടോ എടുപ്പുണ്ട്. ആടുതോമയുടെ കണ്ണാടി വെക്കുന്നു, പെണ്ണ് ചാടുന്നു, ആണ് ചാടുന്നു, പിന്നെ 2 പേരും ഒരുമിച്ച് ചാടുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ടോ പെണ്ണിന്റെ ആണിന്റെയും കൂട്ടുകാർ ചാടുന്നു, പിന്നെ ആണ് പെണ്ണിനെ പൊക്കുന്നു, പെണ്ണ് ആണിനെ പൊക്കുന്നു. കാലം പോയ ഓരോ പോക്കേ. ഇതാ ഞാൻ പറഞ്ഞത് പള്ളിക്കകത്ത് ക്യാമറ വെക്കണമെന്ന്. അതാകുമ്പോൾ ആ ക്യാമറ ഉള്ളത് വീഡിയോക്കാർക്ക് അങ്ങ് കൊടുത്താൽ പോരെ. ചേട്ടാ, ഈ പള്ളി ഏതായാലും പൊളിക്കാൻ പോവല്ലേ, നമുക്ക് പുതിയ പള്ളി പണിഞ്ഞിട്ട് പോരെ ക്യാമറ വെക്കാം. ഈ ശക്തികുളങ്ങരയ്ക്ക് ഇതെന്തു പറ്റി? ചിലയിടത്ത് പള്ളി പൊളിക്കൽ, ചിലയിടത്ത് ക്യാമറ സ്ഥാപിക്കൽ. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനീ തുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. കത്തീഡ്രൽ പള്ളിയേക്കാൾ വലിയ പള്ളി പണിയുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പഴയ പള്ളി പൊളിക്കരുത്, പൊളിക്കാൻ അനുവദിക്കരുത്. പുതിയ പള്ളിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. കുടുംബം ഒന്നിന് 30,000 രൂപ. മിസ്റ്റർ അഭിപ്രായം, നിങ്ങൾ ഒരുമാതിരി പ്രതിപക്ഷ പാർട്ടിയെ പോലെ പെരുമാറരുത്. എല്ലാവരുടെയും ആഗ്രഹം ഇവിടെ ഒരു പുതിയ പള്ളി പണിയണമെന്ന് തന്നെ. അത് ഞങ്ങൾ പണിഞ്ഞിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഉടക്കമായിട്ട് ഇങ്ങോട്ട് കയറി വരരുത്. മേരി ചേച്ചിയെ ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താടാ തോമാച്ച, നീ അഭിപ്രായം വല്ലതും പറയാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. അതല്ല അമ്മച്ചി, ഞാൻ അമ്മച്ചിയുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി വിളിച്ചതാ. എന്താടാ തോമാച്ച കാര്യം? അമ്മച്ചിക്ക് ആ കുരിശുമുട്ടിലെ കറിയാച്ചന്റെ മോനെ അറിയാമോ? എന്റെ മാതാവേ, സ്വന്തം ബന്ധമല്ല അറിയാവേ. എന്റെ മോന്റെ കെട്ടിയോളുടെ കൊച്ചപ്പന്റെ കുമ്മാരിയുടെ മൂത്ത മോന്റെ കാര്യമല്ലേ നീ പറഞ്ഞത്? എന്താണ് കാര്യം? കുരിപ്പുഴയെ കെട്ടിച്ച എന്റെ പെങ്ങടെ മകൾക്കൊന്ന് ആലോചിച്ചാ കൊള്ളാന്നുണ്ട്. അവൻ ആളെങ്ങനെ? അവൻ തന്നെ ബെസ്റ്റ് പയ്യനല്ലേടാ. അവനങ്ങ് വേശ്യായിൽ പോയി വലിയ കാശുകാരനായില്ലയോ? എന്താ അവന്റെ പത്രാസ്? കഴുത്തിലൊരു മാലയും കയ്യിലൊരു പട്ടിത്തൊടലും. എങ്ങനെ നടന്ന പയ്യനാവൻ? ഇപ്പോൾ ഒരു നല്ല നിലയിലെത്തി. എന്തൊക്കെ പറഞ്ഞാലും അവൻ ആ കുടുംബത്തിന്റെ പാരമ്പര്യം അതവൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പണ്ടവന്റെ അപ്പനൊരു പൈൻ്റടിക്കുമായിരുന്നെങ്കിൽ അവൻ ഇന്നൊരു ഫുള്ളെങ്കിലും അടിക്കും. പിന്നെ പണ്ടെങ്ങാണ്ട് ഒരു പെണ്ണിനെ, അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ, പണ്ടെങ്ങാണ്ട് ഒരു പെണ്ണിനെ പ്രേമിച്ചെന്നോ സിനിമയ്ക്ക് പോയെന്നോ എന്തായാലും ഞാനൊന്നും പറയുന്നില്ലേ. ഞാൻ വല്ലതും പറഞ്ഞിട്ട് ഇനി എന്നെ കല്യാണം മുടക്കിയെന്ന് വിളിക്കാനല്ലേ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവൻ ആളൊരു സ്വഭാവിയാണ് കേട്ടോ. ഒക്കെ അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഭാഗ്യം. എന്തായാലും അമ്മച്ചിയെ കണ്ടത് നന്നായി. ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റിയല്ലോ. എങ്കിൽ ഞാൻ അങ്ങ് പോവാ അമ്മച്ചി. എന്തായാലും അമ്മച്ചി വിചാരിച്ചോണ്ട് ഒരു കല്യാണം നടക്കുമെന്ന് തോന്നുന്നു. എന്റെ പൊന്നമ്മച്ചി, ഇനി ഞങ്ങൾക്ക് വല്ല കല്യാണാലോചന വരുമ്പോ നൈസായിട്ട് ഇതുപോലെ ഒന്ന് പണിയൊന്നും തരല്ലേ. ഒന്നാമത് ലേബർ സപ്ലൈ പോലും ഇല്ല. നീയൊക്കെ നമ്മുടെ മക്കളല്ലേടാ. നിന്റെയൊക്കെ കല്യാണം മുടക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. എന്തോന്ന്? അല്ല, നടക്കി തരാമെന്ന്. ഓ അങ്ങനെ. ബിഷോപ്പറൊക്കെ ആയിട്ട് എങ്ങോട്ടാ അമ്മച്ചി? ചന്തയിൽ പോവാണോ? ഓ, നമ്മൾ ചത്തുളക്കാരാരെങ്കിലും ഇവിടുത്തെ ചന്തയിൽ പോവുമോ? നമുക്കെല്ലാത്തിനും യാത്ര ചെയ്താലല്ലേ ഒരു സുഖം കിട്ടത്തുള്ളൂ.
നീ വാങ്ങാൻ കാവനാട് പോണം. ആട്ടിറച്ചിയും ആട്ടിൻ തലയും ആണെങ്കിലോ അതങ്ങ് ചാവക്കടയിൽ പോയി വാങ്ങിക്കണം. അത് ശരിയാ. ഇവിടെ ഒരു ധന്യ ഉണ്ടായിട്ട് അങ്ങ് കൊല്ലം ധന്യ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന എത്ര ടീംസ് ഉണ്ട് ഈ നാട്ടില്? ഇതൊന്നും അല്ലടാ, തീനാളിന്റെ ചോരൊരിത്തിരി വാങ്ങാൻ വന്നതാ. അല്ല മക്കളെ, നിങ്ങൾക്ക് ആർക്കും ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ലെന്ന് ചോദിക്കാനല്ലേ? ഞങ്ങൾക്ക് 3 പേർക്കും ജോലിയൊന്നും ആയിട്ടില്ല. ആകുമ്പോ അറിയിക്കാം. മക്കളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തരും കൂടെ ഉണ്ടായിരുന്നല്ലോ, അവൻ എന്തിയേ? അവൻ നെഗോഷ്യം പഠിച്ച് ഖത്തറിൽ പോയി ജോലിയൊക്കെ ആയി, നല്ല സാലറി ഉണ്ട്. ഓ ആണോ? എന്താ അമ്മച്ചി അത് കേട്ടപ്പോൾ അമ്മച്ചിയുടെ മുഖത്ത് ഒരു പവർ കെട്ട്? ഒന്നുമില്ലടാ, മറ്റുള്ളവർക്ക് നല്ലത് എന്ന് കേൾക്കുമ്പോ നെഞ്ചിനകത്തൊരു വിങ്ങലാ. അമ്മച്ചിയെ പോലെ തങ്കപ്പെട്ട മനസ്സുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. എടാ മക്കളെ, നിങ്ങളെ ആരെങ്കിലും കാണുമ്പോ ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതിയതാ. എന്താ അമ്മച്ചി കാര്യം? നമ്മുടെ ഈ ബാഹുബലി സിനിമ ഇല്ലേ, അതിൽ ആ കട്ടപ്പൻ എന്തിനാ മക്കളെ ആ ബാഹുബലി എത്രയെന്ന് കുത്തിയത്? ഓ അതാണോ? അത് ഞങ്ങൾക്ക് അറിയത്തില്ല അമ്മച്ചി. അതിന്റെ 2ാം ഭാഗം വരുന്നുണ്ട് അമ്മച്ചി, മഹാബലി. അത് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റൂ എന്തിനാ കട്ടപ്പൻ ബാഹുബലിയെ കൊന്നതെന്ന്. അമ്മച്ചി ഇപ്പോ സീരിയലൊന്നും കാണാറില്ലേ? ഓ അതൊക്കെ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ സീരിയലൊക്കെ കണക്കാ മക്കളെ. പണ്ടൊക്കെ കരന് മൂക്ക് വഴിയുന്ന കഥയായിരുന്നു. അച്ചോടാ, എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? അത് പിന്നെ മോനെ, നായിക ഒരു പോലീസുകാരിയാ. ബേക്കറിയിൽ നിന്ന് മോഷ്ടിച്ച മുട്ട പപ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നതാ കഥ. ഇപ്പൊ പിന്നെ കുറെ തീവ്രവാദികളും വന്നിട്ടുണ്ട്. വെറൈറ്റി കഥയാണല്ലോ അമ്മച്ചി. പക്ഷെ ആ സൂരജ് ഉണ്ടല്ലോ, അവൻ ആ ദീപ്തിക്കൊരു കപ്പലണ്ടി മുട്ടായി പോലും ഇതുവരെ വാങ്ങിക്കൊടുത്തിട്ടില്ല. ജ്യൂസ് ജ്യൂസ് ജ്യൂസ്, കുമ്മിട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട കുമ്മിട്ടിക്ക ജ്യൂസ്. എന്തോ നാടാ ഇത്? ഇയാൾ നേരെ പെട്ടിയിലോട്ട് കയറാൻ പോയാണോ? എന്താന്ന് കോലമാടാ ഇത്? ഇപ്പോഴൊക്കെ ആ കട്ടക്കാത്തോടിന്റെ അടുത്തൂടെ നടക്കണമെങ്കിൽ ഈ പഞ്ഞിയില്ലാതെ പറ്റില്ലല്ലോ. നാട്ടുകാർ മുഴുവനും വേസ്റ്റ് ഇടുന്ന അതിന്റെ അകത്തല്ലേ. നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിന്റെ വേസ്റ്റ് വെള്ളം പോലും അങ്ങോട്ടല്ലേ പോകുന്നത്. ഹോളിൽ ക്യാമറ വെക്കുന്നത് പോലെ വേസ്റ്റ് ഇടുന്നവരെ കണ്ടുപിടിക്കാനും വെക്കണമല്ലോ ഇനി ക്യാമറ. ചോറ് തീരാറായി, ഞാൻ അങ്ങോട്ട് പോട്ടെ. ആ ചെല്ല് ചെല്ല്. ഇതിനിടയ്ക്ക് പാരിഷുള്ള ക്യാമറ വെച്ചോ? നമ്മളാരും അറിഞ്ഞില്ലല്ലോ ഇത്. അമ്മച്ചി ഈ ലോകത്തുള്ള കാര്യം മൊത്തം അറിയും, ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം അറിയില്ല. എന്തുവാ മോനെ, നിങ്ങൾ പറ, എന്നാലല്ലേ ഞങ്ങളെ പോലുള്ളവർ അറിയത്തോളൂ. ഓ, ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം തന്നെ അമ്മച്ചി. എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ടോ എന്ന് നോക്കി നടക്കുക. അവന്മാർ അവിടെ കയറുന്ന സ്റ്റഫ് പോയിച്ച് തള്ളാൻ. എന്തോ നാടാ പറഞ്ഞത്? അമ്മച്ചി സ്റ്റഫ്. ഇപ്പോഴത്തെ പരിഷ്കാരി പിള്ളേരൊക്കെ കഞ്ചാവിന് അങ്ങനാ പറയുന്നത്. അമ്മച്ചി റസലേന്ന് കേട്ടിട്ടുണ്ടോ? ആ അതെനിക്കറിയാം മോനെ. ടിവിയിൽ കുറെ എണ്ണം തുണിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടത്തിരിക്കുന്നതല്ലടാ. എന്റെ പൊന്നമ്മച്ചി, അത് റെസ്ലിംഗ്, ഇത് റെസ്ലേ. ഇവന്മാര് കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറാ. ഇതിൽ പൊതിഞ്ഞ അവന്മാർ വലിക്കുന്നത്. ഇവന്മാർ ഒറ്റയ്ക്കല്ല, കൂട്ടത്തോടെ അത് വലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോയിന്റ് എന്നും വിളിക്കും. ആ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ കൊച്ചുമോൻ ഇടയ്ക്കൊക്കെ ഫോണിൽ പറയുന്നത്. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നതാ മോനെ? ഇത് കിട്ടാനാണോ അമ്മച്ചി പഞ്ഞം? ഇതങ്ങ് കേരളം മുഴുവൻ വ്യാപിച്ച് കിടക്കുമല്ലേ. സ്കോറിംഗ് എന്ന് പറഞ്ഞ അവന്മാർ ഏതറ്റം വരെയും പോകും. എന്തിനേറെ പറയുന്നു, നാട്ടിൽ ഇതിന്റെ കച്ചവടം വരെയുള്ള പിള്ളേരുണ്ട്. അമ്മച്ചിക്ക് ഈ ഗ്ലോറി എന്താണെന്നറിയാമോ? നിങ്ങൾ എന്നെ അങ്ങനെ അങ്ങ് കൊച്ചേക്കല്ലേടാ. ഞാനും കുറെ ധ്യാനമൊക്കെ കൂടിയിട്ടുള്ളതാ. ഗ്ലോറിയും ആവേരും ഒക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി ആ ഗ്ലോറി അല്ല ഈ ഗ്ലോറി. ഓരോരുത്തന്മാര് വീട്ടിൽ വല്ല കള്ളത്തരവും പറഞ്ഞ് കൊച്ചുളുപ്പാൻ കാലത്ത് പല്ലും പോലും തെക്കാതെ ഏതെങ്കിലും കുറ്റിക്കാട്ടി വട്ടം കൂടി നിന്ന് വലിച്ചു കയറ്റുന്ന ആഴ്ച പുകയ്ക്ക് പറഞ്ഞ പേരാ ഗ്ലോറി. നിയമപരമായുള്ള മുന്നറിയിപ്പ്. സ്റ്റഫ്, റസ്ലേ, ഗ്ലോറി, ജോയിന്റ് എന്നീ വാക്കുകൾ നിങ്ങളുടെ മക്കളാരെങ്കിലും രഹസ്യമായോ ഫോണിലൂടെയോ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. അവർ നമ്മുടെ നാടിന് വിപത്തായ കഞ്ചാവിന് അടിമകളായിരിക്കും. എന്റെ ഈശോയെ, ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ. എന്തായാലും ഇതുകൊണ്ടൊരു ഗുണമുണ്ടായ മച്ചി. ഒരു പരിപാടി വന്നാൽ ചിലവ് നടത്താൻ കാശ് കുറച്ച് മതി. കുടിയന്മാരെക്കാൾ കൂടുതൽ വലിക്കുന്നവരാണല്ലോ ഇപ്പൊ ഈ നാട്ടിലുള്ളത്. പിന്നെ ഇതിനാണെ മദ്യത്തിനേക്കാൾ വിലക്കുറവുക. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ പാരിഷോളി മാത്രമല്ല, ഈ നാട്ടിൽ ഒഴിഞ്ഞടക്കുന്ന എല്ലാ സ്ഥലത്തും ക്യാമറ വെക്കണം. എന്തായാലും ക്യാമറ വെച്ച് ബസ് സ്റ്റാൻഡിലെ ക്യാമറ കടക്കാരൻ രക്ഷപ്പെട്ടു. ഇതുപോലുള്ള കഥകളൊക്കെ കേട്ടിട്ട് എനിക്ക് തന്നെ തല കറങ്ങുന്നു. പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ,
കമ്മിറ്റിക്കാർക്ക് തട്ടിപ്പിനും ഓരോരോ കാര്യങ്ങൾ. ഇനി ക്യാമറ വെക്കുന്നതിന്റെ പേര് അവന്മാർക്ക് കുറച്ച് കാശ് വെട്ടിക്കാമല്ലോ. ഞാൻ പോകുന്നെന്റെ ഈശോയെ. 7 o'clock ബ്ലീഡിന്റെ നാക്കുള്ള തള്ളയാ പോയത്. നമ്മുടെ ജോസഫിന്റെ അപ്പൻ പണ്ടൊരു ബോട്ട് എടുത്തപ്പോ ആദ്യത്തെ 2 ആഴ്ച എന്തൊരു പണിയായിരുന്നറിയാവോ? ഈ ശക്തിലങ്കര നാട്ടിൽ ആരും കണ്ടിട്ടില്ലാത്രയും പുല്ലം പണിയായിരുന്നു ആ ബോട്ടിന്. കഷ്ടകാലത്തിന് ഈ അമ്മച്ചി ആ ബോട്ട് കടയിൽ ചരക്ക് പറ്റുന്ന സമയത്ത് ഈ ബോട്ട് കണ്ട്, എന്നിട്ടൊരു പൊളി കമന്റ് വിട്ട്, ഇതൊന്നല്ലടാ മോനെ, നിനക്ക് ഇതിലും വലിയ പണി കിട്ടാൻ പോകുന്നേ ഉള്ളൂ എന്ന്. ഇനി അങ്ങോട്ട് നല്ല കോളായിരിക്കും. അച്ഛന് പിന്നെ നല്ല പണിയാ കിട്ടിയത്. ആദ്യം ഒരു വലപ്പണി, പിന്നെ ഒരു എഞ്ചിൻ പണി, വലപ്പണി എഞ്ചിൻ പണി, എഞ്ചിൻ പണി വലപ്പണി, പിന്നെ നല്ല കോളായിരുന്നു. ആ കൂളിനും കാറ്റിനും അങ്ങനെ ബോട്ട് പൊളിഞ്ഞ് പീസായി പോയി. ആ ബോട്ട് പോയിട്ട് ആ ബോട്ടിന്റെ ഒരു സിംഗിൾ ബോൾട്ട് പോലും ആർക്കും കിട്ടിയിട്ടില്ല. എന്തോ നാടാ ഇത്? ഓ, അറബ് അറിയില്ല അല്ലേ? ഓ, ഒരു നിമിഷം ഞാൻ ഓന്റെ നാട്ടിലാണെന്ന് വിചാരിച്ചു പോയി മക്കളെ. ഇയാളാണോടാ ആ റസൽ ഖൈമയിലെ വലിയ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന രാജകുമാരൻ? പിന്നെ ഇതല്ല രാജകുമാരൻ, ഇതൊരുമാതിരി കാടൻ മുണ്ട് ഷർട്ട് ഇട്ട പോലെ ഉണ്ട്. എന്തോ നാടാ കുശുകുശുക്കുന്നത്? അല്ല, അച്ഛന്റെ ഷർട്ടും മുണ്ടും കൊള്ളാമെന്ന് പറഞ്ഞതാ. ഓ, ഇത് ലെനിന്റെ ഷർട്ടാണ്. ലെനിനോ? ലെനൻ എന്നാ പുള്ളി ഉദ്ദേശിച്ചത്. അല്ല മക്കളെ, നിങ്ങൾക്കാർക്കും ഇതൊരു ജോലിയൊന്നും ആയില്ലേ? എന്റെ പൊന്നെ ചേട്ടാ, ഈ ചോദ്യം ചോദിക്കാൻ ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇനി നിങ്ങളുടെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, വേണമെങ്കിൽ എന്റെ കമ്പനിയിൽ ഒരു വിസ എടുത്ത് തരാം. പോയി രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോ. അങ്ങനെ ഇപ്പൊ പെടണ്ട. വേണ്ടെങ്കിൽ വേണ്ട. സംസാരിച്ച് നിൽക്കാൻ ഒട്ടും ടൈമില്ല. പോയിട്ട് പെരുന്നാൾ നടത്താനുള്ളതാ. അച്ഛൻ മേടയിൽ തന്നെ കാണുമല്ലോ അല്ലേ? അതിന് ഈ വർഷത്തെ പെരുന്നാൾ അച്ഛനല്ലല്ലോ നടത്തുന്നത്. മോനെ, ഇവിടുത്തെ പെരുന്നാളിന്റെ കാര്യമല്ല, അങ്ങ് ഖത്തറിൽ നമ്മുടെ പുണ്യാളന്റെ പെരുന്നാൾ നടത്തിയാലോ എന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഇല്ലാതില്ല. എവിടെ? ഖത്തറില? അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഷാർജയിൽ പുണ്യാളന്റെ പെരുന്നാൾ എപ്പോഴേ നടത്തി കഴിഞ്ഞു. തീയന്നാളും പെരുന്നാളും ഒറ്റ ദിവസം കൊണ്ട് പൊടി പൊടിച്ചില്ലേ. അതും ഇവിടുത്തെ പോലെ തീയന്നാളൊന്നും അല്ല. ഫുഡൊക്കെ അങ്ങ് കാലിക്കറ്റ് നോട്ട്ബുക്ക് ഹോട്ടലിൽ നിന്നായിരുന്നു. പഴമുണ്ട്, പായസം ഉണ്ട്, പപ്പടം ഉണ്ട്. കഴിച്ചോളൂ. ഇനി മാർച്ചിൽ ഖത്തറിൽ കൂടെ പെരുന്നാൾ നടത്തിയാലേ ഒരു സമാധാനമാവും. അതിന് ബിഷപ്പിനെ കൂടെ ക്ഷണിക്കാൻ പറ്റുമെന്ന് അച്ഛനോട് ചോദിച്ചറിയാൻ വന്നതാ. ബിഷപ്പ് എന്തായാലും വരും. അല്ലെങ്കിലും പെരുന്നാളും കല്യാണം പോലുള്ള കാശ് കിട്ടുന്ന പരിപാടിക്കല്ലേ നമ്മുടെ ബിഷപ്പ് വരുത്തോളൂ. എന്ത് ചൂടാ ഇവിടെ അല്ലേ? അതൊക്കെ അങ്ങ് ദുബായ് കോർണിഷ്. എന്നാ സെറ്റപ്പാ, എന്നാ കാറ്റാ. ഇങ്ങനെ കുറെ നേരമായല്ലോ ഒരു ദുബായ് നോട്ട്ബുക്ക്, പപ്പടം, പായസം. ചേട്ടാ, ഈ ദുബായിൽ നമ്മുടെ പത്രോസാന്റെ കടയിൽ ഗുണ്ട് കിട്ടുമോ? യു മീൻ ബോണ്ട? അതൊന്നും അവിടെ കിട്ടൂല. സംസാരിച്ച് നിൽക്കാൻ ഒട്ടും ടൈമില്ല. ഞാനൊന്ന് പോയി അച്ഛനെ കണ്ടിട്ട് വരാം. അച്ഛാ, ഒരു മിനിറ്റ്. എന്തൊക്കെ ഉണ്ടാ വിശേഷങ്ങൾ? സുഖാച്ചാ. അച്ഛാ, ഞാൻ ഓഫീസിൽ വിളിച്ചായിരുന്നു. ശമ്പളക്കാരിയൊന്നും ആയില്ലെന്നാ പറഞ്ഞത്. അച്ഛാ നാട്ടിലുണ്ടല്ലോ, അച്ഛനോട് ചോദിക്കാനാ പറഞ്ഞത്. ഞാനൊന്ന് നോക്കട്ടെ, എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാൻ പറയാം. അച്ഛൻ ഇത് തന്നെയല്ലേ ക്രിസ്മസിനും പറഞ്ഞത്? പറച്ചിലില്ലാതെ കാര്യമൊന്നും നടക്കുന്നില്ലല്ലോ. നിനക്കൊക്കെ ഇങ്ങനെ പറഞ്ഞാ മതിയല്ലോ. നാട്ടിൽ തെണ്ടിത്തിരിഞ്ഞു കിടന്ന നിന്നെയൊക്കെ ഗൾഫിൽ കൊണ്ടുപോയ എന്നെ പറഞ്ഞാ മതി. ഒരു സപ്ലൈ കമ്പനി ഇട്ട് നോക്ക്, അപ്പോ അറിയാം അതിന്റെ ടെൻഷനും കഷ്ടപ്പാടും. നിനക്കിപ്പോ കാശ് കിട്ടിയിട്ട് എന്താ ഇത്ര അത്യാവശ്യം? കൂട്ടുകാരുമായിട്ട് കള്ളു കുടിച്ച് തീർക്കാൻ തന്നെയല്ലേ? നേരെ അറവാവേ, എനിക്ക് സപ്ലൈ കമ്പനി ഇല്ല. ഓട്ടിപ്പോക്കുകാരനായിരുന്നു എൻ്റെ അപ്പൻ. എൻ്റെ അമ്മയുടെ കണ്ണുനീരും ദാരിദ്ര്യവും കണ്ടിട്ട് എൻ്റെ അപ്പൻ മൊനമ്പത്തെ പണിക്ക് പോകുമ്പോൾ അന്ന് എനിക്ക് 9 വയസ്സാ. വർഷം കുറെ കഴിഞ്ഞ് കിട്ടാൻ പോകുന്ന 100 രൂപയും പ്രതീക്ഷിച്ച് വീട്ടിൽ വന്ന പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്നും പാസ്പോർട്ട് കയ്യിലോട്ട് വാങ്ങുമ്പോ അന്നെന്റെ 20ാമത്തെ പിറന്നാൾ. അമ്മ ഉണ്ടാക്കി തന്ന കൊഞ്ചച്ചാറും പൊതിഞ്ഞു കെട്ടി ഞാൻ ഷാർജയിൽ ചെന്നിറങ്ങുമ്പോൾ എൻ്റെ കൺമുമ്പിൽ കാണുവാച്ചാ ഈ വീതിയിലുള്ള കുപ്പൂസും പിന്നെ തൈരും. അന്ന് പുച്ഛത്തോടെ ഇതുപോലത്തെ അറബാക്കന്മാരെന്നെ ആട്ടിയത്. എടുത്ത് ലേബർ ക്യാമ്പിൽ കൊണ്ട് തള്ളിക്കോളാൻ. അന്യം വെറുക്കുന്ന കാശും കൊണ്ട് അപ്പവും തിന്ന് കള്ളും കുടിച്ച് ഫോക്സ് വാഗനിലും ഫോർച്യൂണറിലും കയറി നടക്കുന്നവരുടെ പളുവളുത്ത കുപ്പായത്തോടും കയ്യിലെ സ്വർണ്ണ തുടലിനോട് വന്ന് തീർന്നതാച്ചാ ഈ ബഹുമാനം. പിന്നെ ലീവിന് വരുമ്പോൾ കുപ്പി കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് കൊടുക്കുന്ന കാര്യം, അതും ഒരു കഥയാ. 22ാമത്തെ വയസ്സിൽ പാസ്പോർട്ട് വാങ്ങി നെബോഷ്യം പഠിച്ച് ഗൾഫിലേക്ക് വിമാനം കയറുമ്പോൾ കൂടെ ഉണ്ടായിരുന്നതും യാത്ര അയക്കാൻ വന്നതും ഈ കുടുംബക്കാരും പള്ളിക്കാരും ഒന്നുമല്ല, നാട്ടിൽ ഒരു പണിയുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഈ കൂട്ടുകാരാ.
അതിന്റെ സ്മരണയിലാണ് അച്ഛാ ഞാൻ ലീവിന് വരുമ്പോൾ കുപ്പി കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് കൊടുക്കുന്നത്. കഴിഞ്ഞില്ല. അച്ഛൻ ഈ പറഞ്ഞ കൂട്ടുകാരില്ലേ, അവരും ഒത്തിരിക്കുന്ന കുറച്ച് സമയങ്ങളാണ് എന്നും ജീവിതത്തിൽ സന്തോഷം തന്നിട്ടുള്ളത്. മനസ്സിൽ വെച്ചോ അറബാവേ, ഐ ആം ഔട്ട് സ്പോക്കൺ. നിനക്കാകപ്പാടെ 2 മാസത്തെ ശമ്പളമല്ലേ തരാനുള്ളത്. അതെങ്ങനെയാണെങ്കിലും ഈ ആഴ്ച തന്നെ തന്നിരിക്കും. പക്ഷെ നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്നും എന്റെ മനസ്സിൽ തന്നെ കാണും. അച്ഛൻ എനിക്കിനി പുതിയ വിസ അടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഈ പണിയെടുത്ത കാശിങ്ങി തന്നാ മതി. നീ എന്ത് വർത്തമാനമാടാ അങ്ങേരുടെ അടുത്ത് പറഞ്ഞത്? നിനക്കെങ്കിൽ അങ്ങേര് ജോലി തരുമെന്ന് തോന്നുന്നുണ്ടോ? ഓ, അയാളില്ലെങ്കിൽ വേറെ ആള്. ഈ നാട്ടിലാണോ അറവാക്കന്മാർക്ക് വഞ്ഞം? ചക്കപ്പഴത്ത് ഈച്ച മുച്ചുന്ന പോലെ കുറെ ഉണ്ടല്ല. എന്തായാലും കുറെ നാളായിട്ട് മനസ്സിലുള്ളത് കുറെയൊക്കെ അങ്ങ് പറയാൻ പറ്റി. ശരി, ഞാൻ പോവാടാ. അതേ ഇരിക്കുന്നവന്മാര് അന്തസ്സുണ്ടോടാ നിനക്കൊക്കെ? കുറ്റം പറയാനല്ല നിനക്കൊന്നും വേറൊരു പണിയില്ലേടാ. മനുഷ്യനെ കുറച്ച് അന്തസ് വേണോടാ, അന്തസ്. ഞങ്ങൾ എന്തോ കുറ്റം പറഞ്ഞതാ നിങ്ങളീ പറയുന്ന? നാണം ഉണ്ടോടാ നിനക്കൊക്കെ? ഒരു പണിയും കൂലിയും ഇല്ലാതെ നടക്കും നിനക്കൊക്കെ ഞങ്ങളെ കുറ്റം പറയാം. എന്ത് യോഗ്യതയാണ് നിനക്കൊക്കെ ഉള്ളത്? താൻ കുറെ നേരം ചൊറിയാൻ തുടങ്ങിയിട്ട് താനൊന്ന് പോടോ, ഞങ്ങൾക്ക് അല്പം നാണം കുറവാ. ഞങ്ങളെപ്പോലെ ഒരു പണിയും കിട്ടാതെ കഷ്ടപ്പെട്ട് ഇപ്പോഴും വീട്ടുകാരുടെ ചിലവിൽ കഴിയുന്നവര് നിങ്ങൾക്കൊക്കെ പുച്ഛമാണല്ലേ? നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞങ്ങളൊക്കെ പണിയെടുക്കാതെ നാട്ടിൽ കിടന്ന് സുഖിക്കുകയാണെന്ന്. 3-4 വർഷവും കഷ്ടപ്പെട്ട് പഠിക്കാനും പോയി പരീക്ഷയും പാസ്സായിട്ട് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തുടങ്ങും നാട്ടുകാരുടെ ബന്ധുക്കാരുടെ ഒരു ഊള ചോദ്യം, പണിയൊന്നും ആയില്ലല്ലേ? ഈ പുജ്ഞവും കളിയാക്കലെല്ലാം സഹിച്ച് വേർത്ത് നിൽക്കുമ്പോൾ എവിടെന്നെങ്കിലും ഒരു ഇന്റർവ്യൂ കോൾ വന്നാലോ? കമ്പനിക്ക് വേണ്ടത് 5 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ്. അതൊക്കെ പോട്ടെ, ഒരു മിസ് കോൾ അടിക്കാൻ പോലും ബാലൻസ് ഇല്ലാതാവുമ്പോൾ, ഒരു റീചാർജ് ചെയ്യാൻ പൈസ പോലും ഇല്ലാതാവുമ്പോൾ, സ്റ്റാറ്റസ് ഇടാഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് FB കയറി സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു നെറ്റ് കാർഡ് വാങ്ങണമെങ്കിൽ, ബൈക്കിൽ ഒരു 50 രൂപയ്ക്ക് പെട്രോൾ അടിക്കണമെങ്കിലോ, ഇടയ്ക്ക് സെൽ നമ്പറോടെ കടലിൽ കയറി ഒന്ന് സ്പൈക്ക് ചെയ്യണമെങ്കിൽ, റിലീസിന്റെ പണം കാണണമെങ്കിൽ, ഇനി കഷ്ടകാലത്തിനൊന്നാലും പ്രേമിച്ചു പോയാലോ? അവളുടെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്, വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്, ഫസ്റ്റ് ആനിവേഴ്സറി ഗിഫ്റ്റ്, സെക്കൻഡ് ആനിവേഴ്സറി ഗിഫ്റ്റ്, അവളുടെ അമ്മൂമ്മയുടെ ഒടുക്കത്തെ ആനിവേഴ്സറി ഗിഫ്റ്റ്, അതൊന്നും പോരാണ്ട് കുറെ തലതെറിച്ച കൂട്ടുകാരുണ്ടല്ലോ. നിന്നെയൊക്കെ തന്നെ ഉദ്ദേശിച്ചനാടാ. ലൈൻ സെറ്റായാൽ പാർട്ടി, ലൈൻ പൊട്ടിയാ പാർട്ടി, ബർത്ത്ഡേ പാർട്ടി, കുറെ കോപ്പിലെ പാർട്ടികൾ, അവസാനം അമ്മാമ്മ ചത്താലോ അതിനും പാർട്ടി, അവസാനം ഞങ്ങളുടെ അപ്പാവ് മരിച്ചപ്പോഴോ അതിനും ഞാൻ ഒരു കേസ് വികൃതിമാർക്ക് കൊടുത്തു. ഇതിനെല്ലാം വേണ്ട കാശിന് വീട്ടുകാരുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊന്നും നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ശ്വാസം മുട്ടി ചത്തുപോടാ പന്നി. ബാക്കി ഞാൻ പറയാടാ. ഇതിനൊക്കെ വേണ്ട കാശ് വീട്ടിലില്ലേലും എവിടുന്നെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും അമ്മയപ്പനും ഞങ്ങൾക്ക് തരും. ഇല്ലായ്മയിലും എല്ലാ സങ്കടവും ഉള്ളിൽ ഒതുക്കി ഞങ്ങൾ അമ്മച്ചി പറയുന്നൊരു ഡയലോഗുണ്ട്, എല്ലാം ശരിയാവിടാ മോനെ, നിനക്ക് നല്ലൊരു ജോലി കിട്ടുമെന്ന്. ആ പ്രതീക്ഷയിലാണോടോ ഞങ്ങളൊക്കെ എല്ലാ വിഷമവും ഉള്ളിലൊതുക്കി പുറമെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും നിൽക്കുന്നത്. അച്ഛൻ ദേ വരുന്നുണ്ട്, ബാക്കി കാര്യങ്ങൾ അച്ഛൻ സംസാരിക്കട്ടെ. ഇനി എന്താ ഇവിടെ എത്ര ബഹളം? എനിക്ക് മെഡലിൽ നിന്ന് കേൾക്കാമല്ലോ നിങ്ങളുടെ ഉച്ച. സഹിക്കാവുന്നതിന് ഒരു പരിധിയില്ലേ ചോ? അച്ഛൻ അറിയാമല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മൾ ഈ നാട് നന്നാക്കാൻ വേണ്ടിയല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് വരെ ഇവന്മാരെ കുറ്റം പറയുകയല്ലേ? എന്താ ഇപ്പോഴത്തെ പ്രശ്നം? ഇപ്പതാ ഈ ക്യാമറ വെച്ച് തന്നെ ഇവന്മാരെ കുറ്റം പറയുന്നത്. അച്ഛാ, ഞങ്ങളൊന്നും അല്ല കുറ്റം പറഞ്ഞത്, എല്ലാം നാരദന്റെ സ്വഭാവമുള്ള അമ്മച്ചിയാ പറഞ്ഞത്. മത്തായിയേ, ആ അമ്മച്ചി ഒന്ന് വിളിച്ചേ. അമ്മച്ചി, ഇവന്മാരോട് കമ്മിറ്റിക്കാരെ കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നു? എന്റെ പാതുകാവലേ, ഞാൻ കുറ്റം പറഞ്ഞാണ്. ക്യാമറ വെച്ചത് വളരെ നല്ല കാര്യമാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇതൊരുമാതിരി മറ്റേടുത്ത പരിപാടി. ഇപ്പേ നിങ്ങളൊരു ക്യാമറ ഇവിടെ വെച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തെളിയിച്ചത് ഇതിന്റെ സത്യാവസ്ഥ. ആ, എന്നാ അമ്മച്ചി അങ്ങോട്ട് പൊയ്ക്കോ. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ എന്ത് സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഈ അമ്മച്ചിയുടെ സ്വഭാവം? ഇത്രയും ചെറിയൊരു കാര്യമാണോ നിങ്ങൾ ഊതിപ്പെരുക്കി ഇത്രയും വലിയൊരു വിഷയമാക്കിയത്? കാര്യങ്ങളുടെ സത്യാവസ്ഥ അന്വേഷിക്കാതെ ഇതുപോലെ എടുത്തു ചാടി പ്രശ്നം ഉണ്ടാക്കാമോ? നിങ്ങളെപ്പോലുള്ള കുട്ടികളല്ലേ അല്പം ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറുകയും ചിന്തിക്കുകയും വേണ്ടത്. വെറുതെ പ്രശ്നങ്ങളിൽ പോയി ചാടാതെ അതിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറുകയല്ലേ ചെയ്യേണ്ടത്. മുതിർന്നവരെ അല്പം ബഹുമാനത്തോടെ കാണുകയും അതുപോലെ സംസാരിക്കുകയും വേണ്ടേ? നിങ്ങളാണ് വളർന്നു വരുന്ന തലമുറ. നിങ്ങളിലൂടെ അല്ലേ ഈ നാട് മുന്നേറി പോകേണ്ടത്. നിങ്ങൾ മുതിർന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: പക്വതയില്ലാത്തവരെ പോലെ പെരുമാറാതെ യുവതലമുറയെ ഒന്നിനും കൊള്ളാത്തവരാക്കി പരിഹാസത്തോടെ കാണാതെ അവരിലെ കഴിവുകൾ തിരിച്ചറിയുക. അതുമല്ലെങ്കിൽ അവരുടെ കഴിവുകൾ വളർത്തിയെടുത്ത് ഉത്തരവാദിത്തമുള്ള ചുമതലകൾ അവരെ ഏൽപ്പിക്കുക. സംഘടനകളിലും സ്ഥാനമാനങ്ങളിലും നിങ്ങളെപ്പോലെ തന്നെ അവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കുക.
നിങ്ങൾ രണ്ട് കൂട്ടരുടെയും തുല്യ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ ഈ നാട് മുന്നേറുകയുള്ളൂ. ഇനി വരും കാലമെങ്കിലും നിങ്ങൾ പരസ്പരം കലഹിക്കാതെ ഒത്തൊരുമയോടെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ നാട് മുന്നേറൂ. എന്താ അങ്ങനല്ലേ ചെയ്യേണ്ടത്? ഇതിനായി നമുക്കേവർക്കും സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോയോട് ഒരുപോലെ പ്രാർത്ഥിക്കാം. സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് യുവതലമുറയാണ്. സാമൂഹ്യ തിന്മകളെ കേവലം ഫേസ്ബുക്ക് സ്റ്റാറ്റസിലൂടെ മാത്രം പ്രതികരിക്കുന്ന പ്രവണത നിങ്ങൾ ഒഴിവാക്കുക. ഞങ്ങളൊന്നും ഇങ്ങനെ കാണിച്ചിട്ടില്ല എന്ന മനോഭാവമുള്ള പഴയ തലമുറ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിരുന്ന സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ഒന്നും തന്നെ ഇന്നത്തെ യുവതലമുറയ്ക്ക് ലഭിക്കുന്നില്ല. അവർക്ക് ഒഴിവു സമയങ്ങൾ ചിലവഴിക്കാൻ പ്ലേ ഗ്രൗണ്ടുകൾ നിർമ്മിച്ചു നൽകുകയോ നീന്തൽ ക്ലാസുകൾ പോലെയുള്ള ജീവിതത്തിൽ ഉതകുന്ന പരിശീലനങ്ങൾ നൽകുകയോ വേണം. അതുവഴി ആനുകാലികമായി സംഭവിച്ചതുപോലുള്ള ദുരന്തങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സമൂഹത്തെ നശിപ്പിക്കുന്ന കഞ്ചാവിൽ നിന്നും മദ്യത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് യുവാക്കൾ കൂടി പരിശ്രമിക്കുകയും ചെയ്യുക. നിങ്ങൾ മാതാപിതാക്കളുടെ തണലിൽ കഴിയാതെ മാതാപിതാക്കൾക്ക് ഒരു തണലായി മാറണം. മുതിർന്ന തലമുറ യുവത്വത്തിന്റെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുകയും അവരെ നന്മയുടെ പാതയിലേക്ക് നയിച്ച് ഉത്തരവാദിത്തങ്ങൾ അവരെ കൂടി ഏൽപ്പിക്കുകയും യുവാക്കളെ നിങ്ങളിൽ ഒരാളായി കാണുകയും ചെയ്യുക. ഐക്യത്തോടെ പ്രയത്നിച്ച് നമുക്ക് ഏവർക്കും ഈ നാടിന്റെ ഉന്നമനത്തിനായി പ്രയത്നിക്കാം. എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, കുറ്റമില്ലാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്, പറ്റി നിൽക്കാത്തവരാരുണ്ട്, വെട്ടി വീഴാത്തവരാരുണ്ട്. നല്ലവരാര് ചൊല്ലുവിൻ നേരെ, ഞങ്ങളും കണ്ടത് കൈലാസം.